ഒരു പാവം മനുഷ്യന്റെ ജീവിതമാർഗമായിരുന്നു ഈ ലോട്ടറി വ്യാപാരം. ഈ ലോട്ടറി വ്യാപാരം കഴിഞ്ഞ ദിവസം രാത്രി ഒരു അക്രമിയുടെ പ്രവർത്തന ഫലമായി അഗ്നിക്കിരയാക്കി. കൊല്ലമഞ്ചൽ തടിക്കാട്ടിൽ ലോട്ടറി വ്യാപാരം നടത്തി ദൈനംദിന കാര്യങ്ങൾ നോക്കി വന്ന തടിക്കാട് സ്വദേശിയായ അനിൽകുമാറിന്റെ ലോട്ടറി വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന മേശയും തട്ടിയുമാണ് തടിക്കാട് സ്വദേശിയായിട്ടുള്ള കുഞ്ഞൻ എന്നറിയപ്പെടുന്നയാൾ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടി തീയിട്ട് നശിപ്പിച്ചത്. തീ അണയ്ക്കാൻ വേണ്ടി നാട്ടുകാരോട് കൂടിയെത്തിയപ്പോഴേക്കും മേശയും ബോർഡും പൂർണ്ണമായി കത്തിയമർന്നിരുന്നു. മേശയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ലോട്ടറിയും അഗ്നിക്കിരയായി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ലോട്ടറി വ്യാപാരത്തിന് മുന്നിലേക്ക് എത്തിയ വാഹനത്തിൽ പച്ചക്കറി കച്ചവടം നടത്തുന്നയാളും കുഞ്ഞനും തമ്മിൽ ചെറിയ രീതിയിൽ സംസാരമുണ്ടായിരുന്നു. ഇതിലിടപെട്ട് സംസാരിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഈ തരത്തിൽ തന്റെ ജീവിതമാർഗമായിരുന്ന ലോട്ടറി വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മേശയും തട്ടും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതെന്നാണ് അനിൽകുമാർ പറയുന്നത്. സംഭവത്തെ തുടർന്ന് അനിൽകുമാർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അഞ്ചൽ പോലീസ് സംഭവം അന്വേഷിച്ചു വരികയാണെന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത്. ഉടക്ക് ആ വണ്ടിക്കാരനായിട്ടുള്ള ഉടക്കിൽ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് അത് അവൻ സംസാരിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞതോ. അല്ല, പച്ചക്കറി കിടക്കാനായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്കാർ തങ്ങളുള്ള ഇവനും വണ്ടിക്കാരെ എന്തോ സാധനം എടുത്തിട്ട് പൈസ കൊടുക്കാതെയോ അല്ലെങ്കിൽ സാധനം കൂടുതൽ വാരി എടുക്കുകയാണ് ചെയ്ത്. അങ്ങനെ അവർ തങ്ങളുള്ള പ്രശ്നമാണ്. അല്ല, ഞാനായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ അല്ലാതെയും പ്രശ്നങ്ങളില്ല. കാര്യം ഇവ വ്യത്യാസം വന്ന് കൂട്ടുകാരായിട്ട് വന്ന് അവിടെ എടുത്തിട്ട് ഒരുപാട് വർത്താനം പറയാം, ഇയാൾക്കല്ല എന്നൊക്കെ ചോദിക്കലുണ്ട്. നമ്മളായിട്ട് ആ സൈഡ് ഗവനിക്കലില്ല. കാര്യം അതിന്റെ സ്വഭാവം എനിക്കല്ല. കാര്യം അതുകൊണ്ട് അവർ ചേട്ടന്മാരും ഇവരുടെ സ്വഭാവം അറിഞ്ഞിട്ടൊന്നും അവരോട് സഹകരിക്കത്തില്ല. ആഹാരം കഴിക്കാൻ അങ്ങോട്ട് ചപ്പാത്തി കൈ വെച്ചതേ ഉള്ളൂ. ആ സമയത്ത് ഈ സംഭവം നടക്കുന്നത്. ഫോൺ വരുന്ന നിനക്ക് കത്തിച്ചെന്നും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ കത്തിച്ചോട്ടെ, അല്ല ഞാൻ ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് മക്കളെയൊക്കെ ഡ്രസ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരെയും കൊണ്ട് റോട്ടി ഇറങ്ങാം. അവരെ കാര്യം ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ റോട്ടി ഇറങ്ങും. അപ്പോഴീ അവസ്ഥ ഉണ്ട്. അന്നേരം എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം അത് എൻ്റെ ശരീരം പറിച്ചിട്ട് എന്നിട്ട് ആൾക്കാർ എന്തെല്ലാം കുറേ കാര്യങ്ങൾ ചോദിക്കും പറയുകയൊക്കെ ചെയ്യും. ഞാൻ പറയാം, അതില്ല, ഇപ്പം തീപ്പെട്ടി മണ്ണ അതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും കത്തിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല. കുറേ നേരം അവിടെ ഇരുന്നിട്ട് കുറേ നേരം സങ്കടം സഹിക്കുന്നതായിട്ട് ചായം കുടിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് അമ്പലത്തിന് മുകളിലോട്ട് ഞാൻ വരികയും ചെയ്തു. വന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോയി. എന്നിട്ടാ വന്ന് ഞാൻ സ്റ്റേഷനിൽ കേസ്. കേരള സിനിമ ന്യൂസ്, തടിക്കാട്.